അസ്സലാമലൈക്കും. ഹലോ ഗായ്സ്. അപ്പോൾ ഞങ്ങളുടെ വിന്നറിനെ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. വടശ്ശേരിക്കോണമാണ് വിന്നറിൻ്റെ പ്ലേസ്. ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആദ്യം വിചാരിച്ചു ഫുൾ വീഡിയോ ഇടണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് കിട്ടുന്നില്ല. പറയുമ്പോഴത്തേക്കും അതൊരു എന്താ പറയുക, കുറച്ച് ബിസി ആയിപ്പോയി. കാരണം ഈ ഗിഫ്റ്റ് ബോക്സിന് ഞങ്ങൾക്ക് വേറെയും ഓർഡേഴ്സ് കിട്ടി. അതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. ഇങ്ങനെ ഒരു ഗീവ് അവേ കൊടുത്തപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ഈ ഒരു ഗിഫ്റ്റ് ബോക്സിന് ഓർഡേഴ്സ് കിട്ടുമെന്ന്. അപ്പം അങ്ങനെ കുറച്ച് ഓർഡേഴ്സ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ എല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റുകളാണ്. കാരണം ഈ ഒരു ഗീവ് അവേക്ക് ഞങ്ങളൊരു 20 കമൻസെങ്കിലും കിട്ടിയാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ബട്ട് അൽഹംദുലില്ലാ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ വ്യൂസും ഐ തിങ്ക് എബൌട്ട് 3K വ്യൂസ് എങ്ങാണ്ടൊക്കെ ആയി ആ ഒരു വീഡിയോ. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും അതിൽ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമൻറ്റ് പിൻ ചെയ്തു, പിന്നെ എന്നെ സെലക്ട് ചെയ്ത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഒരു ഗീവ് അവേ ഞങ്ങൾ ഉടനെ പ്ലാൻ ചെയ്യും. സ്കൂൾ ഓപ്പണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഗീവ് അവേ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഗീവ് അവേസ് കൊടുക്കും. അതേപോലെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സിന് ഓർഡർ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഈ സെയിം ഡ്രസ്സിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ വേറെ പർച്ചേസ് ചെയ്യേണ്ടി വന്നു. അതേപോലെ അതിന് മാച്ച് ചെയ്യുന്ന കുറച്ച് സ്ക്രഞ്ചീസ് കാര്യങ്ങളൊക്കെ പിന്നെ പർച്ചേസ് ചെയ്യേണ്ടി വന്നു. ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യലും ഗിഫ്റ്റ് പാക്കിങ്ങും അല്ലാതെ ഇതിൻ്റെ ഓർഡേഴ്സ് വേറെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ബിസി ആയതുകൊണ്ട് ഒന്നിൻ്റെയും വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് വിന്നറിനെ കാണാൻ പോവുകയാണ്. എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല. ഗിഫ്റ്റ് ബോക്സ് കൊടുത്തു, സലാം പറഞ്ഞ് തിരിച്ച് പോന്നു. പിന്നെ മെഹന്തിയുടെ കാര്യം പിന്നെ പോയിട്ടാണ് വിളിച്ച് പറഞ്ഞത്. മെഹന്തി യൂസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഫ്രീസറിൽ തന്നെ വെച്ചേക്കണേന്ന് പിന്നെ വിളിച്ച് പറഞ്ഞത്. ഫുൾ ടെൻഷനായിപ്പോയി. ബിക്കോസ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഫസ്റ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. 6 വർഷമായി ഞങ്ങൾ ഈ ഒരു ഓൺലൈൻ സ്റ്റോർ കൊണ്ടുപോകുന്നു, വാട്സപ്പിലൊരു ചെറിയ ഗ്രൂപ്പായിട്ട്. പക്ഷേ ഇങ്ങനൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയപ്പോൾ ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഓർഡേഴ്സ് കിട്ടുമെന്നും അല്ലെങ്കിൽ ഇങ്ങനൊരു ഗീവ് അവേ കൊടുക്കുമെന്നൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. താങ്ക് യു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഇനിയും ഗീവ് അവേ ഞങ്ങൾ കൊടുക്കും. അതേപോലെ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതലൊന്നും എനിക്കിങ്ങനെ വോയിസ് കവറൊന്നും കൊടുത്ത് പരിചയമില്ല. ഒരു പനിയൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് പനിയൊക്കെ ആയി. അതൊക്കെയാണ് വീഡിയോ. പെരുന്നാളിൻ്റെ കളക്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് വന്ന കളക്ഷൻസും കാര്യങ്ങളൊന്നും എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പതുക്കെ ബോക്സൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഗീവ് അവേ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ഒന്നും പറയാനില്ല. എനിവേസ് ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിന്നർ. അപ്പോൾ ഞങ്ങൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ആ വീഡിയോ എടുത്ത്. താങ്ക് യു സോ മച്ച്.